अनमोल वचन अखिल भारतीय संत मत सत्संग के संस्थापक और गृहस्थ में आनंद योग के जनक परम संत महात्मा परम पूज्य श्री यशपाल जी महाराज अर्थात परम पूज्य भाई साहब जी द्वारा प्रतिपादित इन अनमोल वचनों का पालन करना अति आवश्यक है। ये वचन हमारी गृहस्थ आध्यात्मिक साधना के लिए मूलभूत सिद्धांत हैं, जो इस प्रकार हैं। हम दुनिया की हर चीज की कीमत आंकते हैं, अपने मानव जीवन की कीमत भी जाने व परमात्मा की प्राप्ति हेतु साधना करें। मनुष्य योनि एक उपहार है, इसीलिए परमात्मा को धन्यवाद देते हुए आधा घंटा प्रातःकाल, आधा घंटा सायंकाल पूजा अवश्य करें। सत्संग, सतनाम व सद्गुरु को प्राथमिकता देते हुए इसी के आधार पर ध्यान योगाभ्यास अवश्य करें व गृहस्थ के कार्यों को परमात्मा का कार्य समझकर उसी की याद में संपन्न करें। हर समय ये ध्यान रहे कि गुरु कृपा द्वारा परमात्मा की पवित्र सत्ता का हमारी आत्मा में वास है, अतः मन में निरंतर अपने इष्ट देव का जाप करें। मान सम्मान की इच्छा ना करें व अपमान से दुखी ना हो। परमात्मा के अतिरिक्त किसी और का भय ना करें। दूसरों की बुराई न करें, न सुने, सत्य व मधुर बोलें, अश्लील शब्द मुंह से ना निकालें, सभी से नम्रतापूर्ण व सुंदर व्यवहार करें। धर्म पत्नी के अतिरिक्त अपने से बड़ी से माता जैसा, बराबर की से बहन जैसा व छोटी से पुत्री जैसा व्यवहार करें। सांसारिक जीवन यापन की आवश्यकताएं अंतहीन है, इसलिए अधिक से अधिक समय सत्संग में व धन परोपकार में खर्च करें। याद रखें, न स्त्री माया है, न धन दौलत, न ही परिवार। माया वह है जो हृदय को परमात्मा से दूर हटा दे। अतः निरंतर सत्संग और सद्गुरु की शरण में रहने का प्रयास करें। भोजन अपने इष्ट को अर्पण कर प्रसाद रूप में परमात्मा की याद में करें। रात्रि में सोने से पहले अच्छे बुरे कार्यों का आत्मनिरीक्षण कर उसका समुचित पश्चाताप करते हुए ध्यान करें व प्रभु की गहरी याद में ही विश्राम करें। परमात्मा तू ही है, तेरी इच्छा पूर्ण हो। जय सद्गुरुदेव जय पद शरणं ചരണോ ശരണം. നമ്മുടെ വീടുകളിൽ ഉരുളക്കിഴങ്ങ് മുതലായവ ചീത്തയാകാത്ത സാധനങ്ങൾ ഒരാഴ്ചക്കുള്ളതെങ്കിലും വാങ്ങിച്ചു വെക്കുന്നത് അത്യാവശ്യമാണ്. അതുകൊണ്ട് ഓടേണ്ടി വരികയില്ല. സാധാരണയായതും വളരെ സരളവുമായ സംഭാഷണം. വീടിന്റെ കാര്യങ്ങൾ. ഇവിടെ പച്ചക്കറിയും മൊത്തമായി കിട്ടും, വില കുറഞ്ഞു കിട്ടും. 5 സേർ 10 സേർ വാങ്ങിച്ചു വരിക. പിന്നെ പച്ചക്കറി മുതലായവ വാങ്ങാൻ തുടങ്ങി. പറഞ്ഞു, ആദ്യം ബാജാർ ഒന്ന് നടന്നു കാണുക. എവിടെയെല്ലാമാണ് പുതിയ പച്ചക്കറി ഉള്ളത്, വിലയും ശരിയായത്. തിരിച്ചു വരുമ്പോൾ വാങ്ങിക്കാം. വെറും ദുനിയാ ഭാരി ലൗകിക കാര്യങ്ങൾ. ഇതിൽ ആധ്യാത്മികമായ ഒരു സംസാരവുമില്ല. വർത്തമാനം പറഞ്ഞു. അമിന ബജാറിൽ നടന്നു നീങ്ങി. അമീന ബജാർ ലക്നൌവിലെ ഏറ്റവും സുന്ദരമായ ബാജാറാണ്.
ഇപ്പോൾ അതിൽ കൂടെ നടക്കുവാൻ തുടങ്ങി. പക്ഷേ അവിടെ ചെന്നപ്പോഴേക്കും മനസ്സിന്റെ സ്ഥിതി, മനസ്സ് അത്രയും അന്തർമുഖിയായി അറിയുന്നില്ല. അരികിൽ കൂടെ പോകുന്നത് പുരുഷനോ സ്ത്രീയാണോ, പോയത് എന്നുപോലും അദ്ദേഹത്തിന്റെ പിന്നിലായി നടക്കുന്നു. പക്ഷേ ഇപ്പുറത്തും അപ്പുറത്തും എന്താ നടക്കുന്നത് എന്നറിയുന്നില്ല. അക്കാലത്ത് അദ്ദേഹത്തിന് കുറച്ച് ഹോമിയോപ്പതി മരുന്ന് വാങ്ങിക്കുവാനുണ്ടായിരുന്ന ഞങ്ങൾ ഒരു ഹോമിയോ ഷോപ്പിൽ മരുന്നിന്റെ ലിസ്റ്റ് കൊടുത്തു പറഞ്ഞു, ഈ മരുന്ന് ഉണ്ടാക്കി തരൂ. അത്ര ഡിസ്പെൻസർ കടലാസ് വാങ്ങി മരുന്ന് ഉണ്ടാക്കുവാൻ തുടങ്ങി. കുറച്ചു സമയം എടുത്ത് ഇത് ഉണ്ടാക്കുവാൻ മഹാരാജ് ഒരു ചാരു കസേലയിൽ ഇരുന്നു. ഈ സേവകൻ കൗണ്ടറിൽ തന്നെ കയ്യിൽ വെച്ച് നിന്നു. പക്ഷേ മനസ്സ് അത്രയും അന്തർമുഖിയായി ആന്തരിക ധ്യാനത്തിൽ മുഴുകി നിന്നുകൊണ്ട് തന്നെ കണ്ണുകൾ അടഞ്ഞു. ഡിസ്പെൻസർ മരുന്ന് ഉണ്ടാക്കിക്കൊണ്ടുവന്ന് പറഞ്ഞു, നിങ്ങളുടെ മരുന്ന് തയ്യാറായി എന്ന്. പക്ഷേ സേവകന് ബോധം തന്നെ ഇല്ലായിരുന്നു. സേവകൻ ഒന്നും മിണ്ടിയില്ല. രണ്ടാമതും പറഞ്ഞു, പിന്നെയും ഒരു മറുപടിയില്ല. മൂന്നാമത് എന്നെ കുലുക്കി വിളിച്ചു. സ്വാഭാവികമായി തന്നെ കണ്ണു തുറന്ന് ഞാൻ ചോദിച്ചു, വാങ്ങിക്കും. എന്നിട്ട് ചിരിക്കുവാൻ തുടങ്ങി. അയാൾ പിന്നെയും ചോദിച്ചു, ആദ്യം ഇത് പറയുക, ഈ ഉറങ്ങുന്നതിൻ്റെ രീതി, മെത്തേഡ് എവിടെ നിന്നാണ് പഠിച്ചത്? കേട്ടിട്ടുണ്ട് മനുഷ്യൻ ഇരുന്ന് ഉറങ്ങാറുള്ളത്, പക്ഷേ അങ്ങ് നിന്നുകൊണ്ട് തന്നെ ഉറങ്ങുന്നു. ഇത് എവിടെ നിന്നാണ് പഠിച്ചത്? ഈ സേവകൻ ഗുരുദേവന്റെ ചരണങ്ങളിൽ നോക്കി, അവിടുന്ന് എന്നെയും നോക്കി പുഞ്ചിരി തൂക്കി, പിന്നെ ആംഗ്യം കാണിച്ചു. അപ്പോൾ ഞാൻ ഡിസ്പെൻസറോട് പറഞ്ഞു, നോക്കൂ, എന്നോട് ക്ഷമിക്കുക, ഞാൻ ഉറങ്ങിപ്പോയി. പൈസ എത്രയായി എന്ന് പറയുക. അയാൾ പിന്നെയും ചോദിച്ചു, പറയൂ, എങ്ങനെ പഠിച്ചു? അപ്പോൾ സേവകൻ പറഞ്ഞു, എന്താ പറയുക, അവിടുന്ന് ക്ഷമിച്ചാലും. പൈസ കൊടുത്ത് ഞങ്ങൾ പുറപ്പെട്ടു. കുറച്ചു നടന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, മകനെ, ഇതാണ് ശരിയായ സാധന, ഇതാണ് യഥാർത്ഥ അഭ്യാസം. ഈ ലോകത്തെ ഇത്തരത്തിൽ കാണുക. ഇപ്പോൾ എങ്ങനെ ലോകത്തെ കണ്ടുവോ അതുപോലെ ഈ ലോകത്തോട് ഇത്രയും ബന്ധം മാത്രമേ വെക്കുവാൻ പാടുള്ളൂ. ഇതാണ് ശരിയായ സാധന. അത്രയും ഉയർന്ന സന്തായിരുന്നു അദ്ദേഹം. ആദ്യം കാണിച്ചു തരും, പിന്നെ പറയും. ഇതാണ് കണ്ണിന്റെ നിയന്ത്രണം. 3 പ്രകാരത്തിൽ. ആദ്യത്തെ നജർബർക്കഥം, നാം നടക്കുമ്പോൾ ദൃഷ്ടി കാലിന്റെ മടമ്പിൽ അവിടേക്കും ഇവിടേക്കും നോക്കാതിരിക്കുക. അനാവശ്യമായ സംസ്കാരം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകാതെ സൂക്ഷിക്കുക. രണ്ടാമത്തേത് അഭ്യാസം. രണ്ടാമത്തെ പടിയിൽ ആരംഭിക്കുമ്പോൾ നമ്മുടെ വൃഥാ സമയം പരമാത്മാവിന് കൊടുക്കുന്നു. സാധകൻ ഈ സമയം ശ്രദ്ധിക്കേണ്ടത് എന്തെന്നാൽ, യാതൊരു ശ്വാസവും പരമാത്മാവിന്റെ സ്മരണയില്ലാതെ പോകരുത്. വൃഥാ സമയം ഒരു സെക്കൻഡ് പോലും പ്രഭുസ്മരണയില്ലാതെ പോകുന്നില്ല എന്ന്. അതാണ് കണ്ണിന്റെ നിയന്ത്രണം. രണ്ടാമത്തെ പടിയിൽ നജർബർക്കഥം എന്നത് മാറി പോസ്റ്റ് ദർദമാകും. ഇത് പൂർണ്ണമാകുമ്പോൾ 24 മണിക്കൂറിന്റെ ധ്യാനം ആരംഭിക്കുന്നു. ഈ അവസ്ഥ പ്രാപിക്കുമ്പോൾ ആയിരങ്ങളുടെ മേളയാണ് സാധകൻ, തനിച്ചാണ് എന്ന അവസ്ഥ സ്റ്റേജ് വരുന്നു. ഇപ്പോൾ പരമാത്മാവ് സാധകന്റെ കൈ പിടിക്കുന്നു. ആദ്യം അഭ്യാസം ചെയ്യുന്നു. അത് പൂർണ്ണമാകുമ്പോൾ പരമാത്മാവ് കൈ പിടിക്കുന്നു. അപ്പോൾ നമ്മെ അവിടേക്കും ഇവിടേക്കുമായി തട്ടിക്കളിക്കാൻ അവിടുന്ന് അനുവദിക്കുകയില്ല. രണ്ടാമത്തെ ഇന്ദ്രിയമാണ് ജിഹ്വാനാവ്. ഇതിന് നിയന്ത്രണം കൊണ്ടുവരണം. നമ്മുടെ ഹൃദയം ശുദ്ധമാവാത്തോളത്തോളം കാലം പരമാത്മാവിനെ കിട്ടുകയില്ല. ഈ ഹൃദയം പരമാത്മാവിന് വസിക്കുവാനുള്ള ഇടമാണ്. എല്ലാ സന്തുജനങ്ങളും ഇതിനെ ശുദ്ധീകരിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. എല്ലാ സന്തുക്കളും ഈ പ്രയത്നത്തിലാണ്. തൻ്റെ ഹൃദയം എപ്പോഴും പവിത്രമാക്കുവാനും അതിനെ ദിനം പ്രതി കിട്ടുന്നതിനും വേണ്ടി. ഇതാണ് സന്തുജനങ്ങളുടെ രീതി. തൻ്റെ ഹൃദയത്തെ പരിശുദ്ധമാക്കിക്കൊണ്ടേയിരിക്കുന്നു. മറ്റുള്ളവരിൽ നോക്കുന്നതേയില്ല. ഒരാള് ഒരു സന്തിനെ കണ്ടപ്പോൾ ചോദിച്ചു, മഹാരാജ്, അവിടുന്ന് വലിയ ജ്ഞാനിയാണ്. അദ്ദേഹം പറഞ്ഞു, ശരിയാണ്, ഞാൻ ജ്ഞാനിയാണ്. എനിക്കെൻ്റെ കഴിവുകളെ കുറിച്ച് നല്ലപോലെ അറിയാം. മാത്രമല്ല, ഞാൻ അത്രയും വലിയ അജ്ഞാനിയുമാണ്. അതിനെ നോക്കുന്നതിന് എൻ്റെ പക്കൽ സമയമില്ല. ഞാൻ ആദ്യം എൻ്റെ ചീത്തത്തരങ്ങളെ ഇല്ലാതാക്കട്ടെ. മറ്റുള്ളവരുടെ എന്ത് കാണാനാണ്? ആധ്യാത്മികതയുടെ യഥാർത്ഥ വഴി ഇതാണ്. യഥാർത്ഥ സ്പിരിച്വലിസ്റ്റ് തൻ്റെ ഹൃദയത്തിന്റെ ശുദ്ധീകരണം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഹൃദയം എത്രയും ശുദ്ധീകരിച്ച് പവിത്രമാകുന്നുവോ
ആ ഹൃദയത്തിൽ പരമാത്മാവ് കുടികൊള്ളുന്നു. ഭഗവാൻ ശുദ്ധ ഹൃദയത്തിലാണ് ഇരിക്കുന്നത്, ഉജ്ജ്വലമായ പവിത്ര ഹൃദയത്തിൽ കുടികൊള്ളുന്നു. അതുകൊണ്ട് ഏറ്റവും പ്രധാനമായ പ്രോസസ് രീതി തന്റെ പരിശുദ്ധിക്ക് വേണ്ടിയാണ്. എന്റെ ഗുരുദേവൻ ഭൗതികമായ ഉദാഹരണങ്ങൾ കൊണ്ട് ആധ്യാത്മ കാര്യം വെളിപ്പെടുത്താറുണ്ട്. വളരെ നല്ല കസേരയിലിരുന്നു. ഈ സേവകന്റെ ജോലി വന്നവർക്ക് കസേര ഇട്ട് കൊടുക്കുകയായിരുന്നു, അവർക്ക് ഇരിക്കുവാൻ വേണ്ടി. എന്റെ ജോലി സേവനമായിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ഈ സേവൻ ഗുരുവായൂരുടെ ഒരേ ഗുരുവിന്റെ ശിഷ്യ അളിയൻ വന്നു. ഈ സേവൻ കസേര ഇട്ട് കൊടുത്തു. അയാൾ ഇരുന്നു. മറ്റുള്ളവരെല്ലാം ആനന്ദമുഗ്ധരായി ഇരിക്കുമ്പോഴും ധ്യാനത്തിലാണ്ടു പോകുമായിരുന്നു. പക്ഷേ ഇയാൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ടേയിരുന്നു. അവിടേക്കും ഇവിടേക്കും നോക്കുവാൻ തുടങ്ങി. ചിലപ്പോൾ അയാളെ നോക്കും, ചിലപ്പോൾ മറ്റു ചിലവരെ നാലുപാടും നോക്കുകയാണ് ഇവർ. എന്താണ് ചെയ്യുന്നത് എന്ന് എല്ലാവരെയും നോക്കുവാൻ തുടങ്ങി, വളരെ സൂക്ഷിച്ചു നോക്കുവാൻ തുടങ്ങി. 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ സദ്ഗുരുദേവ് കണ്ണു തുറന്നു. അയാളുടെ മുഖത്ത് നോക്കിക്കൊണ്ട് പറഞ്ഞു, വളരെയധികം ആളുകൾ സാധുജനങ്ങളുടെ അരികെ വരുന്നത് മിറാക്കിൾ, അത്ഭുതങ്ങൾ കാണുവാനാണ്. ഈ ലോകത്തിൽ അത്ഭുതങ്ങളുടെ കുറവുണ്ടോ? വരുന്നത് സയൻസ് എന്തെല്ലാം കാര്യങ്ങൾ കണ്ടുപിടിച്ചു, ഓരോന്നിൻ്റെയും പേര് പറയുവാൻ തുടങ്ങി. ടെലിവിഷൻ, ഫോൺ, ഇതെല്ലാം ചെറിയ അത്ഭുതങ്ങളാണോ? പിന്നെ എന്താണ് കാണുവാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞു. സന്തുജനങ്ങളുടെ അരികെ ഒരേ ഒരു മിറാക്കിൾ മാത്രമേ ഉള്ളൂ. അത് എന്തെന്നാൽ അവരുടെ അരികെ ഇരുന്നാൽ അവരുടെ ഹൃദയത്തെ കാണുവാൻ തുടങ്ങും, തൻ്റെ വീടിനെ തന്നെ കാണുവാൻ തുടങ്ങും. ഇതെന്താ ചെറിയ അത്ഭുതമാണോ? ഉദാഹരണത്തിനായി അദ്ദേഹം പറഞ്ഞു, ഒരു മുറിയിൽ ഇരുട്ടാണ്, നിങ്ങൾ അതിൽ ഉറങ്ങുന്നു, ലൈറ്റോ വെളിച്ചമോ ഇല്ല, സുഖമായി ഉറങ്ങുകയാണ്, വളരെ സന്തുഷ്ടനായി. ഒന്നും കാണാനില്ലല്ലോ. കഫം വന്നു തുപ്പി, വിചാരിച്ചു കോളാമ്പിയാണ് വീണത് എന്ന്. പക്ഷേ അതിലല്ല വീണത്, വിരിയിൽ തന്നെയാണ് തുപ്പിയത്. പക്ഷെ യാതൊരു ചിന്തയുമില്ല. എന്തെന്നാൽ ഒന്നും കാണാനില്ലല്ലോ, ഇരുട്ടിലാണ്, ഒന്നും കാണുന്നില്ല, സന്തുഷ്ടനാണ്. നാം എന്തു ചെയ്യുന്നുവോ അതെല്ലാം ശരിയാണ്, വളരെ സുഖമാണ്. ഇനി ഈ മുറിയിൽ ലൈറ്റ് വെളിച്ചം കൊണ്ടുവന്നു എങ്കിൽ, അതിൽ സ്വിച്ച് ഓൺ ചെയ്തു എങ്കിൽ ലൈറ്റ് വന്നാൽ നിങ്ങൾ ചടപടാ എന്ന് എഴുന്നേൽക്കും. അവിടെയും ഇവിടെയും നോക്കും, ഹായ്, ഇവിടെ തുപ്പലുണ്ട്, ഈ വിരി എത്ര മുഷിഞ്ഞതാണ്, അതിന് അലക്കണം. ഇവിടെ പൊടി തടിച്ചു കൂടിയിരിക്കുന്നു, 8 കാൽ വല കെട്ടിയിട്ടുണ്ട്. അപ്പോൾ നാം എന്താ ചെയ്യുക? നിങ്ങളെല്ലാം വൃത്തിയാക്കുവാൻ തുടങ്ങും. അപ്പോൾ ആധ്യാത്മികതയുടെ പ്രകാശ കിരണങ്ങൾ സാധകന്റെ ഹൃദയത്തിൽ പതിയുമ്പോൾ തൻ്റെ ഹൃദയത്തെ കാണുവാൻ തുടങ്ങുന്നു. അതിൽ ഒളിഞ്ഞിരിക്കുന്ന ചീത്തത്വങ്ങളെ കാണുന്നു. 8 കാലിയുടെ വല കാണുന്നു. ഹരേ രാം രാം, ഹേ ഭഗവൻ. ക്രോധവുമുണ്ട്, കാമവുമുണ്ട്, ലോഭവുമുണ്ട്. പിന്നെ ചൂലെടുത്ത് അടിച്ചു വാരി വൃത്തിയാക്കുവാൻ തുടങ്ങുന്നു. അയാൾക്ക് എവിടെയാണ് സമയം കിട്ടുക മറ്റുള്ളവരെ നോക്കാൻ? അയാൾ തൻ്റെ തന്നെ ശുദ്ധീകരണത്തിന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. വിരി അലക്കുകയാണ്. ആദ്യം സോപ്പിട്ടലക്കി, പിന്നെ നീലത്തിൽ മുക്കി, കൂടുതൽ ശോഭയുള്ളതാക്കി, നല്ലവണ്ണം പരിശുദ്ധമാക്കി. ഇപ്രകാരം മനസ്സാകുന്ന പുതപ്പിനെ ചാദർ എത്ര കണ്ട് ശുദ്ധീകരിക്കുന്നുവോ അത്രയും പരമാത്മാവിന്റെ കാരുണ്യം, കൃപ അതിൽ വരുവാൻ തുടങ്ങും. പരമാത്മാവിന്റെ കൃപാധാര പ്രകടമാകും. എപ്പോൾ യഥാർത്ഥ പ്രകാശം ഹൃദയത്തിൽ പ്രകാശിക്കുന്നുവോ അപ്പോൾ അവരുടെ ഹൃദയം ജ്വലിക്കുന്നു. അപ്പോൾ ഇയ്യാമ്പാറ്റ തന്നെ താനേ വന്നു തുടങ്ങും. ഇയ്യാമ്പാറ്റയെ ആരും വിളിക്കാറില്ലല്ലോ, തന്നെത്താനേ വരും. പ്രകാശം കാണുമ്പോൾ ഇയ്യാമ്പാറ്റ പ്രേമത്തിന്റെ പ്രതികരണമാണെന്ന് പറയാറുണ്ട്. ശരിയാണ്, പ്രേമിയാണ്. ആ പ്രേമത്തിൽ തൻ്റെ ജീവനെ പോലും ബലിയർപ്പിക്കുന്നു. ഇത് എപ്പോഴാണ് സംഭവിക്കുന്നത്? സ്വയം കത്തിജ്വലിക്കുമ്പോൾ. അപ്പോൾ മാത്രമാണ് ഇയ്യാമ്പാറ്റ സ്വയം കത്തിക്കുന്നത്. എവിടെ ലവ് പ്രകാശം തന്നെ ഇല്ലെങ്കിൽ ഇയ്യാമ്പാറ്റ എവിടെ നിന്ന് വന്നു കത്തും? എവിടെ ലവ് പ്രകാശം സ്വയം കത്തിജ്വലിക്കുന്നുവോ ഇയ്യാമ്പാറ്റ വരുന്നു. അപ്പോൾ ആ ചരാതിൽ നിന്നും വേറെ ചരാത് കത്തിക്കുന്നു. ആധ്യാത്മികതയുടെ മാർഗം പ്രവചനം കൊണ്ടോ പ്രഭാഷണം കൊണ്ടോ അല്ല, ഒരു വിളക്ക് കൊണ്ട് മറ്റൊരു വിളക്കിനെ കത്തിക്കലാണ്. അവിടെയാണ് റിയൽ സ്പിരിച്വലിസം, യഥാർത്ഥ ആത്മീയത.
അയാൾ തൻ്റെ ഹൃദയശുദ്ധിക്ക് വേണ്ടി പാടുപെടുന്നു. അയാൾക്ക് എവിടെയാണ് സമയം മറ്റുള്ളവരുടെ ദോഷങ്ങളെ കാണുവാൻ? ചീത്തത്തങ്ങളെ നോക്കുവാൻ അയാൾക്ക് സമയമില്ല. ആര് ദോഷങ്ങളെ കാണുവാൻ തുടങ്ങിയോ ആ ദോഷങ്ങളെ കൊണ്ട് നമ്മുടെ ഹൃദയത്തെ പവിത്രമാക്കുന്നു. ആദ്യം ദോഷങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ വരുന്നു, പിന്നീടാണ് നാവിലേക്ക് വരുന്നത്. അതുകൊണ്ട് നാവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നിയന്ത്രണം, ആരുടെയും ദോഷം കണ്ടു എങ്കിലും അവിടെ അയാളുടെ ചീത്ത പറയുന്നുവെങ്കിൽ അതിനെ പറയാതിരിക്കുക. പർദ ഓഷിഹി ദർവേശിഹെ, മറ്റുള്ളവരുടെ ദോഷങ്ങളെ മറച്ചു പിടിക്കുക. അത് ഈശ്വരീയ ഗുണമാണ്. മറ്റുള്ളവരുടെ ദോഷത്തെ മറക്കുക, ഇത് ഗുണമാണ്. പരമാത്മാവ് അന്തർയാമിയാണ്. നമ്മുടെ ഉള്ളിലുള്ളതെല്ലാം അറിയുന്നു, എല്ലാം നല്ലപോലെ അറിയുന്നുണ്ട്. പക്ഷേ ഒരാളുടെ കാര്യങ്ങളെ മറ്റേയാൾക്ക് അറിയിക്കുന്നില്ല. പരമാത്മാവ് എല്ലാവരുടെയും ഭേദം ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. ഇതേ ഗുണമാണ് സന്തുജനങ്ങളിലുള്ളത്. അവർ മറ്റുള്ളവരുടെ ഭേദത്തെ ഒളിപ്പിച്ചു വെക്കുന്നു, ഒരിക്കലും ഒരാളോടും പുറത്തു പറയാറില്ല. ഇതാണ് ആദ്യത്തെ കാര്യം. എന്തെന്നാൽ നമ്മൾ ആർക്കും ദോഷം ചെയ്യാതിരിക്കുക, മതത്തിനോ വ്യക്തിക്കോ. രണ്ടാമത്തെ നാവിന്റെ നിയന്ത്രണം സ്വാതേന്ദ്രിയ നിഗ്രഹമാണ്. തൻ്റെ നാവ് സ്വാതിന്മേൽപ്പെടാതിരിക്കുക. വളരെ രൂക്ഷമായതോ തീക്ഷ്ണമായതോ വലിയ മധുരമുള്ളതോ ആയ ഭക്ഷണം, ഭയങ്കര പുളിയുള്ളവ ഭക്ഷണം കഴിക്കാതിരിക്കുക. ബാജാറിൽ കൂടെ പോവുകയാണ്, റാളി ഇറ്റിറ്റു വീഴുന്നു. ഗോമച്ച തിന്നാലും നമ്മുടെ നാവ് ആ സ്വാദിൽ പെടാതിരിക്കുക. സ്വാതേന്ദ്രിയ നിഗ്രഹമാവട്ടെ, സ്വാദിൽ നിന്ന് നാം മേലോട്ട് ഉയരണം. ഇതിൻ്റെ ഏറ്റവും സരളമായ വഴി ഇതാണ്. ഈ സേവകൻ ആദ്യം തന്നെ പറഞ്ഞതാണ്, ഈശ്വരന്റെ സ്മരണയിൽ ഭക്ഷണം കഴിക്കുക. പരമാത്മാവിന്റെ അഗാധമായ സ്മരണയിൽ ഭോജനം കഴിക്കുന്നുവെങ്കിൽ സ്വാദിന്റെ പ്രഭാവം നമുക്കുണ്ടാവുകയില്ല. നിങ്ങൾക്ക് ആനന്ദമുണ്ടാകുന്നത് പരമാത്മാവിന്റെ സ്മരണയുടെ ആനന്ദമായിരിക്കും. ഇതാണ് വഴി, സ്വാതേന്ദ്രിയ നിഗ്രഹത്തിന് ഏറ്റവും വിവേകപൂർണമായത്. ഇതിനായി പലരും പല രീതിയിലും അനുനയിക്കാറുണ്ട്. ഞാനൊരു മഹാത്മാവിനെ ജബൽപൂരിൽ കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തെ മഗ്ഗ ബാബ എന്നാണ് വിളിക്കാറ്. അദ്ദേഹം നടക്കുമ്പോൾ താഴെ നോക്കിയാണ് നടക്കുന്നത്. ദൃഷ്ടി മുകളിലോട്ടാകുന്നതേയില്ല. അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു മഗ് കപ്പുണ്ടാകും. ആളുകൾ അതിൽ എന്താ തോന്നിയത് ഇഷ്ടം എന്നാൽ അതും വിടും. ചില ആളുകൾ ബീഡി, ചിലർ സിഗരറ്റ്, ചിലർ ടൊമാറ്റോ, ചിലർ ആട, ചിലർ പഞ്ചസാര. ആർക്കെന്ത് തോന്നുന്നുവെന്ന് അത് ഇടും. അദ്ദേഹം അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. വൈകുന്നേരം ആ മകിൽ വെള്ളമൊഴിച്ച് തീയിൽ വെച്ച് തീയിൽ വേവിച്ച് അത് കഴിക്കും. പലതരത്തിലും ആളുകൾ സ്വാതന്ത്ര്യ നിഗ്രഹം ചെയ്യാറുണ്ട്. ചിലർ മധുരം ഉപേക്ഷിച്ചും, ചിലർ ഉപ്പുപേക്ഷിച്ചും, ചിലർ തലേദിവസത്തെ ഭോജനം കഴിച്ചും, ചിലർ എല്ലാം കൂടെ കഴിച്ചും എല്ലാം കൂടെ കുഴച്ചും കഴിക്കും. പക്ഷേ സ്വാതന്ത്ര്യ നിഗ്രഹണത്തിന് ഏറ്റവും ഉത്തമമായ മാർഗം നമ്മുടെ പൂർവികർ പറഞ്ഞു തന്നിരിക്കുന്നത് എന്തെന്നാൽ, നിങ്ങൾ പരമാത്മാവിന്റെ സ്മരണയിൽ മുഴുകി ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പരമാത്മാവിന്റെ സ്മരണയുടെ ആനന്ദമാണ് ഉണ്ടാകുക. ഭക്ഷണത്തിന്റെ സ്വാദിൽ നിന്നും മേലോട്ട് ഉയരുന്നു. അപ്പോൾ സ്വാതന്ത്ര്യ നിഗ്രഹം തന്നെത്താനേ ഉണ്ടാകുന്നു. രണ്ടാമത്തെ നാവിന്റെ നിയന്ത്രണമാണ് സ്വാതന്ത്ര്യ നിഗ്രഹം. മൂന്നാമത്തെ നാവിന്റെ നിയന്ത്രണമാണ് സംസാരിക്കുന്നത് കുറയ്ക്കുക. ആവശ്യത്തിന് മാത്രം സംസാരിക്കുക, അല്ലെങ്കിൽ മിണ്ടാതിരിക്കുക. എത്ര കണ്ട് കുറച്ച് സംസാരിക്കുന്നുവോ അത്രയും നമുക്ക് ശക്തിയെ സംരക്ഷിക്കാം. സംസാരിക്കുമ്പോൾ നമ്മുടെ ഊർജം വളരെ നഷ്ടപ്പെടുന്നു. അനാവശ്യമായി സംസാരിക്കുന്നവരെ ആർക്കും വിലയുണ്ടാകില്ല. ആരെങ്കിലും ആവശ്യത്തിലധികം സംസാരിക്കുന്നവരെ ആളുകൾ പറയും, ഓ ചാറ്റർ ബോക്സ് വന്നു എന്ന്. ആരും അയാളെ വിലവെക്കുന്നില്ല എന്ന് മാത്രമല്ല, അയാൾ പറയുന്നതിലും ഒരു കാര്യവുമില്ല എന്ന് പറയും. ആര് കുറച്ച് സംസാരിക്കുന്നുവോ, സമയാനുസരണം സംസാരിക്കുന്നുവോ, അയാൾ പറയുന്നത് എല്ലാവരും ശ്രദ്ധിക്കും. മാനമുണ്ടാകും. അയാളുടെ വാക്കുകളിൽ ഒരു പ്രത്യേക വോൾട്ടേജ് ശക്തി ഉണ്ടാകും. അവർ പറയുമ്പോൾ അതിന് പ്രഭാവമുണ്ടാകും. മറ്റുള്ളവരുടെ ഹൃദയത്തിൽ പ്രഭാവം ചെലുത്തും. സംസാരം കുറയ്ക്കുക. അതുകൊണ്ടാണ് ഹിന്ദുധർമ്മത്തിൽ മൗനവ്രതത്തിന് വളരെ പ്രാധാന്യം കൽപ്പിച്ചിരിക്കുന്നത്.
വളരെ കുറച്ചു മാത്രം സംസാരിക്കുക, ഊർജത്തെ സംരക്ഷിക്കുക. നാം എത്രയും കുറച്ച് സംസാരിക്കുന്നുവോ അത്രയും നമ്മുടെ വാണിയുടെ വോൾട്ടേജ് കൂടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അതിൻ്റെ പ്രഭാവം മറ്റുള്ളവരിൽ ഉണ്ടാകും. മഹാത്മാ വിവേകാനന്ദജി ഇത്രയും പറഞ്ഞു, ഒരു യഥാർത്ഥ യോഗിയുടെ മൗനം വിശ്വത്തിന് എത്ര കണ്ട് നന്മ ചെയ്യുന്നുണ്ടോ അത്രയും നന്മ അയാളുടെ സംസാരം കൊണ്ട് ഉണ്ടാകുന്നില്ല. അയാൾ മൗനമായി ധ്യാനാവസ്ഥയിൽ ഇരിക്കുമ്പോൾ അയാളുടെ മസ്തിഷ്കത്തിൽ നിന്ന് ഏത് രശ്മിയാണോ ഉണ്ടാകുന്നത് അതിൻ്റെ പ്രഭാവം ഈ വായുമണ്ഡലത്തിൽ മുഴുവനും പതിക്കുന്നു. ഉണ്ടാകുന്ന നന്മ എത്ര നല്ലതാണ്! ഇയാളുടെ സംസാരം കൊണ്ട് ഉണ്ടാകുന്നതിനേക്കാൾ ഒരു യോഗി മൗനമായിരുന്നു കൂടുതൽ നന്മ ചെയ്യുന്നു സംസാരിക്കുന്നതിനേക്കാൾ കൂടുതലായി. അതുകൊണ്ട് നാം വളരെ കുറച്ചു മാത്രം സംസാരിക്കുക. ഇതിൻ്റെ അർത്ഥം ആവശ്യമുള്ളപ്പോൾ പറയണ്ട എന്നല്ല. ഇതിൻ്റെ ഉദ്ദേശം അല്ലെങ്കിൽ വിഷമത്തിൽ ചെന്ന് ചാടും. എപ്പോൾ ആവശ്യമുണ്ടോ അപ്പോൾ തീർച്ചയായും സംസാരിക്കണം. നാവിൻ്റെ നാലാമത്തെ നിയന്ത്രണം എന്തെന്നാൽ, എപ്പോൾ പണിയില്ലാതിരിക്കുന്നുവോ അപ്പോൾ നാവ് അണ്ണാക്കിലോട്ട് ആക്കി വെക്കുക. അതുകൊണ്ട് എന്താ കാര്യമെന്നാൽ, നിങ്ങളുടെ നാവ് അണ്ണാക്കിൽ തൊടുമ്പോൾ നിങ്ങൾക്ക് ധ്യാനമുണ്ടാകും, തന്നെ ധ്യാനാവസ്ഥയിലാകും. കുട്ടി ഗർഭത്തിൽ ഇരിക്കുമ്പോൾ അതിൻ്റെ നാവ് അണ്ണാക്കിനോട് കൂടി തന്നെയാകും ഇരിക്കുക. പറയാറുണ്ട്, കുട്ടി ഗർഭാവസ്ഥയിൽ എല്ലാ യോഗക്രിയകളും പൂർണ്ണമാക്കുന്നു എന്ന്. പരമാത്മാവിനോട് പ്രാർത്ഥിക്കും, ഭഗവാനെ ഈ ഇരുട്ടറയിൽ നിന്ന് രക്ഷിക്കണേ, ഈ ജീവനിൽ അർപ്പിച്ചു കൊള്ളാമെന്ന്. പക്ഷേ എപ്പോൾ പുറത്തു വരുന്നുവോ അപ്പോൾ അയാളുടെ നാവ് അണ്ണാക്കിൽ ചേർന്നിരിക്കുന്നത് ഡോക്ടർ പറയും നഴ്സിനോട്, ഇവന്റെ അണ്ണാക്ക് വൃത്തിയാക്കൂ എന്ന്. നഴ്സ് തുണി കൊണ്ട് അണ്ണാക്ക് വൃത്തിയാക്കുന്നു, കവവും തുപ്പലും എല്ലാം പുറത്തേക്കെടുക്കുന്നു. അതിനൊപ്പമായി നാവും അണ്ണാക്കിൽ നിന്ന് മാറ്റുന്നു. അയാളുടെ ദൃഷ്ടി പരമാത്മാവിലായിരുന്നത് വേറെയാകുന്നു. ദൃഷ്ടി മാറുന്നതോടുകൂടെ ബഹിർമുഖിയാകുന്നു. അപ്പോൾ അത് പ്രകാശം കാണുന്നു. ആ രൂപം ഈ രൂപം അതെല്ലാം കണ്ടു തുടങ്ങുന്നു. ദൃഷ്ടി പരമാത്മാവുമായി അത് ദൃഷ്ടി പരമാത്മാവുമായത് വേർപെടുത്തി സദ്ഗുരുവിൻ്റെയും പരമാത്മാവിൻ്റെയും ദയയാലും കൃപയാലും ധ്യാനം ചെയ്യുവാൻ കഴിഞ്ഞാൽ ध्यान योग के कार्यक्रम आनंद योग से निशुल्क जुड़ने के लिए संपर्क करें 9810239677।